കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിയും അംബേദ്കറിനെതിരെയുള്ള പരാമർശത്തിന് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം അംഗങ്ങൾ വിജയ് ചൌക്കിൽ നിന്നും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം തീവ്ര പ്രതിഷേധത്തിനാണ് അരങ്ങുവാണത്. പ്രതിഷേധങ്ങൾക്കിടയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പിന്നീട് സൈൻ ഡൈൻ നിർത്തിവെച്ചു. പുതിയ കെട്ടിടത്തിന്റെ കവാടത്തിൽ ബി.ജെ.പി, കോൺഗ്രസ് എംപിമാർ ഏറ്റുമുട്ടിയ പാർലമെന്റിലെ വാക്കേറ്റത്തിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ബി.ജെ.പി എംപിമാരായ പ്രതാപ് സാരംഗി, മുകേഷ് രാജ്പുത് എന്നിവർക്ക് തലയ്ക്ക് പരിക്കേറ്റു. മഗർദ്വാറിൽ വെച്ച രാഹുൽ ഗാന്ധി ബി.ജെ.പി അംഗങ്ങളെ തള്ളിയിടുകയായിരുന്നു എന്നാണ് ആരോപണം. പാർലമെന്റ് വളപ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ഒരു ദിവസത്തിന് ശേഷം പരിക്കേറ്റ 2 എംപിമാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കുമെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിക്കുകയാണ്. സംഭവം നടന്നതായി പറയപ്പെടുന്ന പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടായിരിക്കും ഈ അന്വേഷണം നടക്കുക. ഡൽഹി പോലീസ് പാർലമെന്റ് സെക്രട്ടേറിയറ്റിന് കത്തെഴുതാനും സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കേസ് മാറ്റുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരിഗണിച്ചേക്കും എന്നും അറിയപ്പെടുന്നുണ്ട്. സെക്ഷൻ 115 സ്വമേധയാ മുറിവേൽപ്പിക്കൽ, 117 സ്വമേധയാ ഗുരുതരമായ പരിക്കേൽപ്പിക്കുക, 125 മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയ്ക്കോ അപകടപ്പെടുത്തുന്ന പ്രവൃത്തി, 131 ക്രിമിനൽ ബലപ്രയോഗം, 351 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരം ആണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ പൊതു ഉദ്ദേശം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. ഇത് സർക്കാരിന്റെ നിരാശയുടെ പ്രതീകമാണെന്നും ഇതൊരു തെറ്റായ FIR ആണെന്നും രാഹുൽ ഗാന്ധിക്ക് ആരെയും തള്ളാൻ കഴിയില്ല എന്നും ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണെന്നും സത്യം പറഞ്ഞാൽ രാജ്യത്തിനും ഇത് അറിയാമെന്നും അവർ എത്ര നിരാശരായി തീർന്നിരിക്കാമെന്നും രാജ്യം നിരീക്ഷിക്കുന്നുവെന്നും അദാനിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അംബേദ്കർ അപമാനിക്കുന്ന രാജ്യം സഹിക്കില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഈ നടപടിയിൽ പ്രിയങ്കയുടെ മറുപടി. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ഇത് ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. ഇരുസഭകളും ഇന്ന് നിർത്തിവെക്കും. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തിൽ NDA എംപിമാർ കടുത്ത പ്രതിഷേധത്തിലാണ്. നാഗാലാൻഡിൽ നിന്നുമുള്ള എംപിമാരിൽ ഒരാളെ അദ്ദേഹം അപമാനിച്ചു. തുടർന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കരുത് എന്ന് സ്പീക്കർ പറഞ്ഞു. ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി AAP MP സഞ്ജയ് സിംഗ് രാജ്യസഭയിൽ ബിസിനസ് നോട്ടീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ FIR-ൽ SP MP അഖിലേഷ് യാദവ് പറഞ്ഞത് പാർലമെന്റ് സമ്മേളനം അവസാനിച്ചേക്കാം, പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ബാബാ സാഹിബ് അംബേദ്കർ അപമാനിച്ചതും അദ്ദേഹത്തോടുള്ള BJPയുടെ മനോഭാവവും അദ്ദേഹം തന്റെ തെറ്റ് സമ്മതിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മാപ്പ് പറയൂ. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭരണഘടനയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനുള്ള BJPയുടെ ശ്രമമാണ് ഈ അംബേദ്കറെ അപമാനിച്ചതിൽ നിന്നും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാകുമെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. എന്തായാലും അഖിലേഷ് പറഞ്ഞതാണ് യാഥാർത്ഥ്യം. കാരണം പ്രശ്നങ്ങൾ ഇനി അവസാനിക്കുന്നില്ല, തുടങ്ങുന്നതേയുള്ളൂ. അമിത്ഷായുടെ വാക്കുകൾ കൊണ്ട് ചെന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടിയാണ്. ഇനിയാണ് ഭരണ പ്രതിപക്ഷ യുദ്ധം യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്.